ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചൂട് ഭട്ടൂരയും മഷ്റൂം കറിയാണ്. ഭട്ടൂര ഞാനല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, എൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കുന്നത്. പുള്ളി ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ല എക്സ്പേർട്ട് ആളാണ്. 2 ബൗള് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഒരു ബൗള് മൈദാമാവും കൂടെ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മൈദാമാവ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇച്ചിരി ടേസ്റ്റിനും ഒരു മയത്തിനും വേണ്ടി ഇട്ടതാണ്. പിന്നെ കുറച്ച് തൈരൂടെ, ഒരു 2 സ്പൂൺ തൈരിട്ടാൽ മതിയാകും. സൺഫ്ലവർ ഓയിലും ഒരു ലേശം ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് എന്ന് പറഞ്ഞാൽ നല്ലൊരു മയം, നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ട് മേളിലൂടെ കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ വെച്ച് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ബൗളാക്കി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കും. അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതെന്ന് പറയുന്നത് ഓർഗാനിക് മഷ്റൂമാണ്. ഞാൻ ഇന്നലെ പെട്രോൾ പമ്പിൽ പോയപ്പോൾ ഒരമ്മ ഇങ്ങനെ കൊണ്ടുവച്ച് വിൽക്കുന്നു, വീട്ടിൽ ഇങ്ങനെ വളർത്തിയത് ആ മുളയെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ ഫ്രഷ് ആയതുകൊണ്ട് ഞാൻ വാങ്ങി. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോവുക. അതിനായിട്ട് 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചതച്ചു. കുറച്ച് വെളുത്തുള്ളി, 3-4 പച്ചമുളക്, 2 സവാള, ഇതെല്ലാം കൂടെ നമുക്ക് ഇറച്ചിക്ക് എങ്ങനെയാണോ മീറ്റ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വേണം. പിന്നെ കുറച്ച് തക്കാളിയും കൂടെ വേണം, 1 തക്കാളിയും കൂടെ. ഇതെല്ലാം കൂടി ഇരുന്ന് ഞാൻ പതുക്കെ ഇരുന്ന് ഇങ്ങനെ അരിയുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഭട്ടൂരയുടെ മാവ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുക. ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് എനിക്ക് മഷ്റൂം ഞാൻ ജോധ്പൂർ നിന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് കുറേ. ആ ടൈമിലൊക്കെ നല്ലപോലെ കറി വയ്ക്കുമായിരുന്നു. ഇപ്പം ഈ നാട്ടിൽ മീനൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ട് പിന്നെ ഇപ്പം മഷ്റൂമിൻ്റെ കുറേ നാളായി വാങ്ങിയിട്ട്. ഇതിപ്പോൾ നല്ല ഫ്രഷ് മഷ്റൂമാണ്. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് അരിയാനുണ്ടായിരുന്നു, നല്ല ഫുള്ളും ഇതായിരുന്നു. ആ കഴുകിയിട്ട് ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് വെച്ചു. ഇനി ഒരു 1/2 പീസ് നാരങ്ങ നീരിങ്ങനെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇതിൽ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് വല്ല അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടി കുറച്ച് നേരം ഞാനിത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ച് കുറച്ച് നേരം ഇത് വെച്ചിരുന്നു. ഇനി നമുക്ക് ഇറച്ചിക്ക് വേണ്ട മസാല പോലെ കുറേശ്ശെ മസാലകൾ, പട്ട, ഗ്രാമ്പു, അതിൻ്റെയൊക്കെ ചെറിയ ഒരു ഏലക്ക കുറച്ച് മാത്രം മതിയാകും. 3 വറ്റമുളകും എടുത്തു. ഞാനൊരു നാളികേര കൊത്തിടാൻ വേണ്ടി ഒരു 2-3 പീസ് നാളികേരത്തിൻ്റെ ഇതിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ലാസ്റ്റ് നമുക്ക് തക്കാളി ഇട്ടാൽ മതിയാകും. ഇതെല്ലാം വഴറ്റിയെടുത്തിട്ട് നമുക്കിനി പൊടികളായിട്ടുള്ള കാര്യങ്ങളെല്ലാം തട്ടിക്കൊടുക്കണം. ഇതിന് ഞാൻ ഓർഗാനിക് മസാലയാണ് എടുത്തത്. പിന്നെ ഇതിപ്പോൾ ചിക്കൻ മസാല എടുത്തു. 2 സ്പൂൺ ചിക്കൻ മസാലയും 1 സ്പൂൺ ഓർഗാനിക് മസാലയും പിന്നെ ലേശം മുളക് പൊടിയും കുറച്ച് 1 സ്പൂൺ മുളക് പൊടിക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി വേണം, അതുകൂടി ഇട്ട് കൊടുത്തിട്ടു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മഷ്റൂം തട്ടിയിട്ട് കൊടുത്തു. ഇതിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്. നമുക്ക് കുറച്ച് നേരം നമുക്കിത് അടച്ച് വെച്ചിരുന്നാൽ കുറച്ച് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. ഇതിപ്പം കുക്കറിലൊന്നും വേവിക്കേണ്ട കാര്യമില്ല, ഇതുപോലൊരു കടായിൽ വേവിച്ചാൽ മതി. ഈ സമയം അമ്മുക്കുട്ടി അവിടെ ബഹളം. അമ്മുക്കുട്ടി ഭട്ടൂരയുടെ മാവൊക്കെ എടുത്ത് അമ്മുക്കുട്ടി ചപ്പാത്തിയൊക്കെ പരത്താൻ തുടങ്ങി. ഇപ്പോൾ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. പിന്നെ ഞാൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് എടുത്തത്, ഒഴിച്ചു കൊടുത്തു. പിന്നെ ഹസ്ബൻഡ് ഇതൊക്കെ പരത്തിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് നല്ല മഴയുള്ള സമയമായിരുന്നു, നമുക്ക് ചൂട് ഭട്ടൂര കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ലഞ്ചിൻ്റെ ടൈമിൽ ഭട്ടൂരയാണ് കഴിച്ചത്. അപ്പോൾ എന്തേ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതിങ്ങനെ ഓരോന്നോരോന്ന് പൊള്ളിച്ചെടുത്തു. ഹസ്ബൻഡ് ഇതിങ്ങനെ പരത്തിയെടുത്തു. അമ്മുക്കുട്ടി അവിടെ ഇങ്ങനെ അമ്മുക്കുട്ടിയുടെ കളിയും തുടങ്ങി. ഇതാണ് മഷ്റൂം കറി. ഇത് ചൂട് നല്ല ഭട്ടൂര സൂപ്പ്.